കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടയൊരുക്കം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ കപടമായ ആത്മവിശ്വാസത്തിന് വി.ഡി. സതീശന്റെയും യു.ഡി.എഫിന്റെയും കരുത്തുറ്റ പ്രതിരോധത്തിലൂടെ മറുപടി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് പ്രകടന പത്രിക പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ വാദങ്ങളെയും വസ്തുതകൾ നിരത്തി പൊളിച്ചടുക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നേറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തുന്ന ആത്മവിശ്വാസം വെറും വാക്കുകളിൽ മാത്രമാണെന്ന് വി.ഡി. സതീശൻ അടിവരയിട്ട് പറയുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിയും ന്യൂനപക്ഷ വേട്ടയും പറഞ്ഞ് ജനശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണെന്ന് UDF കുറ്റപ്പെടുത്തുന്നുണ്ട്. RSSനെ ഭയക്കുന്ന പിണറായിക്ക് അവരെ നേരിടാൻ നട്ടെല്ലില്ല എന്നും കോൺഗ്രസ് മാത്രമാണ് എക്കാലത്തും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുത്തതെന്നും സതീശൻ ഓർമ്മിപ്പിക്കുകയാണ്. ഭവന നിർമ്മാണ കണക്കുകൾ നിരത്തി UDFനെ മോശമാക്കാൻ നോക്കിയ മുഖ്യമന്ത്രിക്ക് പക്വമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ വെറും 4000 വീടുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സതീശൻ ഇവിടെ പൊളിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയെ പോലും ദുരുപയോഗം ചെയ്യുകയാണെന്നും നുണപ്രചാരണത്തിലൂടെ ഭരണം പിടിക്കാമെന്നത് പിണറായിയുടെ വ്യാമോഹം മാത്രമാണ് എന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ജനവിരുദ്ധമായ സിൽവർ ലൈൻ പദ്ധതി ചവറ്റുകൊട്ടയിലേക്ക് എറിയുമെന്നും പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമി ഉടമകൾക്ക് വിട്ടു നൽകണമെന്നുമുള്ള വി.ഡി. സതീശന്റെ പ്രഖ്യാപനം കേരളത്തിലെ സാധാരണക്കാർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ വെറും പരസ്യ ഏജൻസിയായി മാറിയ കിഫ്ബിയെയും കേരള ബാങ്കിനെയും പുനഃപരിശോധിക്കണമെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് പിണറായി സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയ്ക്കുള്ള കനത്ത പ്രഹരമാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചവർക്ക് ദുരിതാശ്വാസ നിധിയുടെ കണക്ക് ചോദിക്കാൻ എന്തർഹതയാണുള്ളതെന്ന് സതീശൻ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം ചോദ്യചിഹ്നമാവുകയാണ്. ഇതിനിടയിലാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പിണറായിക്കെതിരെ രംഗത്തെത്തിയത്. പിണറായിയുടെ ഭരണം സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന്റെ വികസന മാതൃകകൾ കണ്ടു പഠിക്കാൻ പിണറായി തയ്യാറാകണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയിട്ടും ലാഭത്തിലോടുന്ന തെലങ്കാന RTC കേരളത്തിന് ഒരു പാഠമാകേണ്ടതാണ്. ചുരുക്കത്തിൽ പിണറായി വിജയന്റെ വ്യാജമായ അവകാശവാദങ്ങളെ ഓരോന്നായി കാറ്റിൽ പറത്തിക്കൊണ്ട് വി.ഡി. സതീശൻ നയിക്കുന്ന UDF പടയോട്ടം കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ കാഹളമാണ് മുഴക്കുന്നത്. അഴിമതിക്കും കുടുംബ ഭരണത്തിനുമെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന ഈ പോരാട്ടം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായിയുടെ അമിത വിശ്വാസം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ബാലറ്റ് പെട്ടിയിലൂടെ തകർക്കുമെന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്.